RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 ഡിസംബർ 6 വരെയുള്ള അനകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അറിയിച്ചുകൊള്ളട്ടെ, RJ സിവിൽ സർവീസ് അക്കാദമി വാട്സപ്പ് മുഖേന സൗജന്യ പരിശീലനം കൂടി നൽകുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒപ്പം PSC ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ കരാർ സ്വന്തമാക്കിയിരിക്കുന്ന കമ്പനി ഏത്? പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ കരാർ സ്വന്തമാക്കിയിരിക്കുന്ന കമ്പനി ഏത്? വിച്ച് കമ്പനി ഹാസ് വോൺ ദ കോൺട്രാക്ട് ഫോർ ദ ന്യൂ ഇന്ത്യൻ പാർലമെന്റ് ബിൽഡിംഗ്? ഏത് കമ്പനിയാണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയതായിട്ടുണ്ടാക്കിയ കരാറാണ്? ഈ കരാർ സ്വന്തമാക്കിയിരിക്കുന്ന കമ്പനി ഏത് എന്ന് നോക്കാം. ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് ഈ കരാർ സ്വന്തമാക്കിയിരിക്കുന്നത്. ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് പുതിയതായിട്ട് വരുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഈ പ്രൊജക്ട് സ്വന്തമാക്കിയത് ടാറ്റ പ്രൊജക്ട്സ് ആണ്. ടാറ്റ പ്രൊജക്ട്സ് വിൻസ് കോൺട്രാക്ട് ടു കൺസ്ട്രക്ട് ന്യൂ പാർലമെന്റ് ബിൽഡിംഗ് ഫോർ 861.9 crore. ഏതാണ്ട് 861.9 കോടി രൂപയ്ക്കാണ് പുതിയ പാർലമെന്റ് കെട്ടിടം പണിയാനുള്ള കരാറ് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് നേടിയത്. അതുപോലെ ഈ പ്രൊജക്ട്, ഈ പദ്ധതിയുടെ പേരൊന്ന് ശ്രദ്ധിക്കുക. ഈ പദ്ധതിയുടെ പേര് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സെൻട്രൽ വിസ്റ്റ പ്രൊജക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സെൻട്രൽ വിസ്റ്റ പ്രൊജക്ട് എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ഈ പദ്ധതി നേടിയത്. അത് 861.9 കോടി രൂപയ്ക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ? വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരെയാണ്? നമുക്ക് നോക്കാം ആരെയാണ്. അച്യുത സാമന്തയാണ് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അച്യുത സാമന്ത. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ശ്രദ്ധിക്കുക, ഡൽഹി ഒന്നുമല്ല, ചെന്നൈ തന്നെയാണ് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി മറ്റു രണ്ട് പ്രസിഡന്റുമാരെ കുറിച്ച് നമുക്ക് നോക്കാം. BCCIയുടെ പ്രസിഡന്റ്, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലിയാണ്. BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയാണ്. അതുപോലെ ഹോക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ഈ അടുത്തായിട്ട് ഏതാണ്? ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, ജ്ഞാനേന്ദ്ര നിഗംബം ആണ്. ജ്ഞാനേന്ദ്ര നിഗംബം. അപ്പോൾ BCCI സൗരവ് ഗാംഗുലി, ഹോക്കി ഫെഡറേഷൻ ജ്ഞാനേന്ദ്ര നിഗംബം, ഇപ്പോൾ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അച്യുത സാമന്ത. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഭൂഗർഭ കേബിളിലൂടെ വൈദ്യുതി എത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സബ്സ്റ്റേഷൻ ഏത്? ഭൂഗർഭ കേബിളിലൂടെ വൈദ്യുതി എത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സബ്സ്റ്റേഷൻ ഏത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് സബ്സ്റ്റേഷൻ ഇൻ കേരള ടു സപ്ലൈ പവർ ത്രൂ അണ്ടർഗ്രൗണ്ട് കേബിൾ? വിച്ച് ഈസ് ദ ഫസ്റ്റ് സബ്സ്റ്റേഷൻ ഇൻ കേരള ടു സപ്ലൈ പവർ ത്രൂ അണ്ടർഗ്രൗണ്ട് കേബിൾ? അതായത് ഭൂഗർഭ കേബിളിലൂടെ വൈദ്യുതി എത്തിക്കുന്ന ആദ്യത്തെ സബ്സ്റ്റേഷൻ കലൂർ, കൊച്ചിയാണ്. ഭൂഗർഭ കേബിളിലൂടെ വൈദ്യുതി എത്തിക്കുന്ന ആദ്യത്തെ സബ്സ്റ്റേഷൻ ഏതാണ്? കൊച്ചി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഹു ഈസ് ദി കറന്റ് ചീഫ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള? കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാന്നാണ് ചോദിച്ചത്. കറന്റ് ചീഫ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള വിശ്വാസ് മേത്തയാണ്. വിശ്വാസ് മേത്ത. കൂടാതെ മറ്റൊരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള, കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? പക്ഷേ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ള വാർത്തയാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. വി ഭാസ്കരനാണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. അബ്ദുൾ കലാം അൺടോൾഡ് സ്റ്റോറീസ് വിത്ത് 40 വർഷം. അബ്ദുൾ കലാം അൺടോൾഡ് സ്റ്റോറീസ് വിത്ത് 40 വർഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഹു ഈസ് ദി ഓഥർ ഓഫ് ദി ബുക്ക് 40 years വിത്ത് അബ്ദുൾ കലാം അൺടോൾഡ് സ്റ്റോറീസ്? അതായത് അബ്ദുൾ കലാം അൺടോൾഡ് സ്റ്റോറീസ് വിത്ത് 40 വർഷം എന്ന 40 years വിത്ത് അബ്ദുൾ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നുള്ളതാണ് ഈ അടുത്തായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റായ വെങ്കയ്യ നായിഡു ആണ് ഇത് പ്രകാശനം ചെയ്തത്. നോക്കാം. ഡോക്ടർ ശിവദാണു പിള്ളയാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. 40 years വിത്ത് അബ്ദുൾ കലാം അൺടോൾഡ് സ്റ്റോറീസിന്റെ രചയിതാവ് ശിവദാണു പിള്ളയാണ്. ഇത് പ്രകാശനം ചെയ്ത് വെങ്കയ്യ നായിഡു ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാർഡോണയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇറ്റാലിയൻ സ്റ്റേഡിയം ഏത്? വിച്ച് ഇറ്റാലിയൻ സ്റ്റേഡിയം ഈസ് നെയ്മഡ് ആഫ്റ്റർ മാർഡോണ? മാർഡോണയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഇറ്റാലിയൻ സ്റ്റേഡിയം ഏത്? വിച്ച് ഇറ്റാലിയൻ സ്റ്റേഡിയം ഈസ് നെയ്മഡ് ആഫ്റ്റർ മാർഡോണ?
നോക്കാം ഏതാ സ്റ്റേഡിയം. സാൻ പൗളോ സ്റ്റേഡിയം നേപ്പിൾസ് ആണ്. നേപ്പിൾസിലെ സാൻ പൗളോ സ്റ്റേഡിയമാണ് മാർഡോണയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 2030 എയ്ഡ്സ് ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനം ഏത്? 2030 എയ്ഡ്സ് ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനം ഏത്? വിച്ച് സ്റ്റേറ്റ് ഹാസ് സെറ്റ് എ ടാർഗറ്റ് ടു എലിമിനേറ്റ് എയ്ഡ്സ് ബൈ 2030? വിച്ച് സ്റ്റേറ്റ് ഹാസ് സെറ്റ് എ ടാർഗറ്റ് ടു എലിമിനേറ്റ് എയ്ഡ്സ് ബൈ 2030? 2030 എയ്ഡ്സ് ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ശ്രദ്ധിക്കുക, മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി എന്ന പുതിയ തസ്തിക സൃഷ്ടിച്ചിരുന്നു. സൈന്യത്തിൽ പുതിയൊരു തസ്തിക സൃഷ്ടിച്ചിരുന്നു, ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി എന്ന്. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചീഫ് ആരാണ്? എങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചീഫ് ആരാണെന്നുള്ള ചോദ്യം. റീസെൻ്റ്ലി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ക്രിയേറ്റഡ് ന്യൂ പോസ്റ്റ് ഫോർ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി. ഹു ഈസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചീഫ്, ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചീഫ് ആരാന്നാണ് ചോദ്യം. ഈ അടുത്തതായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി ആരാണെന്ന് നോക്കാം. ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ പരംജിത് സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ പരംജിത് സിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ പുതിയ കോച്ചായി നിയമിതനായത് ആര്? ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ പുതിയ കോച്ചായി നിയമിതനായത് ആര്? ഹു ഈസ് എ ന്യൂ കോച്ച് ഓഫ് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീം? അത് ഒരു മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ സവിശേഷതയുള്ള ചോദ്യമാണ്. ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിന്റെ പുതിയ കോച്ചായി നിയമിതനായത് ആര്? ഹു ഈസ് ദി ന്യൂ കോച്ച് ഓഫ് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീം? മലയാളിയാണ്. ശ്രദ്ധിക്കുക, ബി രാധാകൃഷ്ണൻ നായരാണ് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിന്റെ പുതിയ കോച്ച്. പി രാധാകൃഷ്ണൻ നായർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ COVID-19 വാക്സിൻ ഏതാണ്? വിച്ച് ഈസ് എ ഫസ്റ്റ് ഇൻഡിജിനസ് COVID-19 വാക്സിൻ ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ COVID-19 വാക്സിൻ ഏതാണ്? വിച്ച് ഈസ് എ ഫസ്റ്റ് ഇൻഡിജിനസ് COVID-19 വാക്സിൻ ഇൻ ഇന്ത്യ? കോവാക്സിൻ ആണ്. ഏതാണ് ഈ വാക്സിൻ്റെ പേര്? കോവാക്സിൻ എന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഭാരത് ബയോടെക് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഭാരത് ബയോടെക് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ആരാണ്? ഭാരത് ബയോടെക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അത്ലറ്റുകളുടെ പട്ടികയായ ഫോബ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരൻ? ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അത്ലറ്റുകളുടെ പട്ടികയായ ഫോബ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരൻ? ഹു ഈസ് ഓൺലി ഇന്ത്യൻ ഇൻ ദ ഫോബ്സ് ലിസ്റ്റ് ഓഫ് വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ്? ഹു ഈസ് ദ ഓൺലി ഇന്ത്യൻ ഇൻ ദ ഫോബ്സ് ലിസ്റ്റ് ഓഫ് വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ്? ഇദ്ദേഹം ഈ അടുത്തതായിട്ട് ഏകദിന ക്രിക്കറ്റിൽ 12,000 റൺസ് പിന്നിട്ടു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ആകെ 22,000 റൺസും പിന്നിട്ടു. അപ്പോൾ അദ്ദേഹം ആരാണ്? വിരാട് കോഹ്ലിയാണ്. അദ്ദേഹമാണ് ഏകദിന ക്രിക്കറ്റിൽ ഇപ്പം 12,000 റൺസ് പിന്നിട്ടത്. അപ്പം മൊത്തം 22,000 റൺസും പിന്നിട്ടത് ഇദ്ദേഹം. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ലോകത്തിലെ പ്രധാന സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് സിമറു ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ഇൻ വിച്ച് കൺട്രി ഈസ് മൗണ്ട് സിമറു ദ വേൾഡ്സ് ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ലൊക്കേറ്റഡ്? ലോകത്തിലെ പ്രധാന സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് സിമറു ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? മൗണ്ട് സിമറു ഇപ്പം വാർത്താ പ്രാധാന്യം നേടിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വന്നത്. ഇൻ വിച്ച് കൺട്രി ഈസ് മൗണ്ട് സിമറു ദ വേൾഡ്സ് ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ലൊക്കേറ്റഡ്? അതാണ് ഈസ്റ്റ് ജാവ, ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് ജാവയിലാണ് ഈ സജീവ അഗ്നിപർവ്വതം മൗണ്ട് സിമറു സ്ഥിതി ചെയ്യുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.